നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, ബ്രീസ് ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള SCERT സിലബസിലുള്ള +2 ക്ലാസ്സിലെ ഹിന്ദി വിഷയം ആസ്പദമാക്കിയുള്ള ക്ലാസിൻ്റെ 1ാം ഭാഗം ആരംഭിക്കുകയാണ്. നമുക്ക് ഇക്കായി ഏക്ക് ആദ്യമായി പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്കായി ഏക്കിന് നൽകിയിരിക്കുന്ന പേര് ചണ്ട ഊഞ്ച രഹേ ഹമാര എന്നാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലെസൺ മാതൃഭൂമി കവിത മൈഥിലി ശരൺ ഗുപ്ത്, സെക്കൻഡ് ലെസൺ ബേട്ടി കെ നാം ജവാബി പത്ര बहादुर शाह जफर, एंड तीसरा लेसन है मेरे भारतवासियों भाषण ജവഹർലാൽ നെഹ്റു. ഇങ്ങനെ ഇക്കായി ഏക്കിൽ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 ഒന്ന് പരിശോധിക്കാം. കൂട്ടുകാരെ ചിത്രം കണ്ടല്ലോ. यह चित्र किससे संबंधित है? यह यात्रा किसके लिए थी? यह चित्र किससे संबंधित है? ഈ ചിത്രം ഏതുമായി റിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ടതാണ്. ഈ യാത്ര കിസ്കെ ലിയേ ഥി, ഈ യാത്ര എന്തിനു വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. യഹ് ചിത്ര കിസ്സെ സംബന്ധിത് ഹെ, ഈ ചിത്രം എന്തുമായി ബന്ധപ്പെട്ടതാണ്. യഹ് ചിത്ര ഭാരത് കെ സ്വതന്ത്രതാ സംഗ്രാം സെ സംബന്ധിത് ഹെ, ഈ ചിത്രം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. यहाँ स्वतंत्रता संग्राम के अवसर पर गांधी जी के नेतृत्व में चली दंडी यात्रा, नमक सत्याग्रह और फिर जेल यात्रा भी है. यह स्वतंत्रता संग्राम के अवसर पर ഈ ഇത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഉള്ള സമയത്ത്, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഗാന്ധിജിക്ക് നേതൃത്വം ചലി ദണ്ഡി യാത്ര, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി യാത്ര, നമക്ക് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയവയാണ്. യഹ് യാത്ര കിസ്കെ ലിയേ ഥി, ഈ യാത്ര എന്തിനു വേണ്ടി ഉള്ളതായിരുന്നു. യഹ് യാത്ര ഭാരത് കി ആസാദി കെ ലിയേ ഥി, യഹ് യാത്ര ഭാരത് കി ആസാദി കെ ലിയേ ഥി, ഈ യാത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ ചിത്രം കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് ആ പേജ് നമ്പർ 9 തന്നെ ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയാലോ. ഭാരത് की स्वतंत्रता के लिए लाखों देशभक्त अपनी अपनी राह पर चले थे. कुछ गुप्त रूप से, कुछ हथियार लेकर, कुछ अहिंसा की राह पर, तो कुछ अपनी ओज भरी वाणी में लोगों को सचेत करते रहे. इनमें कुछ कवि अपनी पंक्तियों से देश के लिए सर्वस्व अर्पित करने का आह्वान करते रहे. इन सब का फल निकला भारत की स्वतंत्रता. यहाँ हम ऐसी एक कविता से परिचय पाएंगे. കൂട്ടുകാരെ, നമുക്ക് ഇപ്പോൾ വായിച്ച ആ ഒരു പാരഗ്രാഫിന്റെ മലയാളം അർത്ഥം മനസ്സിലാക്കിയാലോ. भारत की स्वतंत्रता के लिए लाखों देशभक्त अपनी राह पर चले थे. നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് രാജ്യസ്നേഹികൾ വിവിധങ്ങളായ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്നു. കുച്ച് ഗുപ്ത രൂപസെ, കുച്ച് ഹത്തിയാർ ലേക്കർ, കുച്ച് അഹിംസാ കി രാഹ് പർ, തോ കുച്ച് അപ്നി ഓജ് ഭരി വാണിമേം ലോഗോं को സചേത് കർത്തേ രഹേ. ചിലർ എങ്ങനെയായിരുന്നു, രഹസ്യമായി, ഗുപ്ത രൂപസെ സീക്രട്ട് ആയിട്ട്, കുച്ച് ഹത്തിയാർ ലേക്കർ ചിലർ എങ്ങനെയാണ്, ആയുധങ്ങൾ ഏന്തിയിട്ടായിരുന്നു, ഓർ
കുച്ച് അഹിംസ കി രാഹ് പർ, കുറച്ച് ആൾക്കാർ എങ്ങനെയായിരുന്നു? അഹിംസയുടെ മാർഗത്തിലൂടെ. പർ തോ കുച്ച് അപ്നി ഓജ് ഭരി വാണി മീം, കുറച്ച് ആൾക്കാർ എങ്ങനെയായിരുന്നു? തങ്ങളുടെ ഓജസുറ്റ വാക്കുകളിലൂടെ. വാണിമേം ലോകോങ്കോ സചേത് കർത്തേ രഹേ, അങ്ങനെ ആളുകളെ ബോധവാന്മാരാക്കിയിരുന്നു. ഇൻമേം കുച്ച് കവി അപ്നി पंक्तियों से देश के लिए सर्वस्व अर्पित करने का आह्वान करते रहे. അപ്പൊ ഇതിൽ ചില കവികൾ സ്വന്തം വരികളിലൂടെ, അതായത് കവിതകളിലൂടെ രാജ്യത്തിനു വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇൻ സബ്കാ ഫൽ നിക്കല ഭാരത് കി സ്വതന്ത്രത, ഇതിന്റെ എല്ലാം ഫലമായിരുന്നു എന്ത്? നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. യഹാം ഹം ഐസി ഏക് കവിത സെ പരിചയ പായെങ്കെ, ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു കവിതയാണ് നമുക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യഹാ ഹം ഐസി ഏക് കവിത സെ പരിചയ പായെങ്കെ. കൂട്ടുകാരെ, നമുക്ക് കവിതയിലേക്ക് പോകുന്ന മുമ്പ് കവിയെ കുറിച്ച് പരിചയപ്പെടാം. കവി കാ നാം ഹെ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത്. പേജ് നമ്പർ 11. द्विवेदी युगीन प्रतिभाशाली कवि मैथिली शरण गुप्त का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ. भारतीय पुराणों के उपेक्षित कथा प्रसंग एवं पात्रों को लेकर युगा अनुरूप काव्य उन्होंने रचे. साकेत, यशोधरा, जयद्रथ वध, पंचवटी, काबा, करबला आदि उनकी श्रेष्ठ रचनाएं हैं. देश ने 1954 को पद्म भूषण उपाधि से उनका सम्मान किया. 1965 को राष्ट्रकवि मैथिली शरण गुप्त का देहांत हुआ. ओके बच्चों, अब हम मलयालम सुनेंगे. നമുക്ക് മലയാളം കേട്ടാലോ? മീനിങ് കേട്ടാലോ? द्विवेदी युगीन प्रतिभाशाली कवि मैथिली शरण गुप्त का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ. द्विवेदी യുഗത്തിലെ പ്രതിഭാശാലിയായ കവി മൈഥിലി ശരൺ ഗുപ്തിന്റെ ജനനം ഉത്തർപ്രദേശിലെ ചിരഗാവിലായിരുന്നു 1885. ഹിന്ദി में 1885 1885 ഉത്തർപ്രദേശിലെ ചിരഗാവിൽ അദ്ദേഹം ജനിച്ചു. भारतीय पुराणों के उपेक्षित कथा प्रसंग एवं पात्रों को लेकर युगानुरूप काव्य उन्होंने रचे. എന്താ? ഭാരതീയ പുരാണങ്ങളിലെ ഉപേക്ഷിക്കപ്പെട്ട കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ കഥാസന്ദർഭങ്ങളെയും എടുത്ത് അദ്ദേഹം കാലത്തിനനുസരിച്ച് കവിതകൾ രചിച്ചു. साकेत, यशोधरा, जयद्रथ वध, पंचवटी, काबा, करबला आदि उनकी श्रेष्ठ रचनाएं हैं. साकेत, यशोधरा, जयद्रथ वध, പഞ്ചവടി, കാബ, കർബല തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ രചനകൾ. ദേശ് ने 1954 को പത്മഭൂഷൺ ഉപാധി से उनका सम्मान किया. ദേശം 1954 ഹിന്ദിയിൽ എന്താ പറയുക? 1954 900 54. 1954 ഹിന്ദി में 954. ദേശം അദ്ദേഹത്തെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. നെക്സ്റ്റ് സെന്റൻസ്. 1965 को राष्ट्रकवि मैथिली शरण गुप्त का देहांत हुआ. 1965 1965 हिंदी 1965 हिंदी में 965 को राष्ट्रकवि मैथिली शरण गुप्त का देहांत हुआ.
നമുക്ക് കവിതയിലേക്ക് പോയാലോ? കവിത വായിക്കാം. नीलांबर परिधान हरित तट पर सुंदर है, सूर्य चंद्र युग मुकुट मेखला रत्नाकर है, नदियां प्रेम प्रवाह फल तारे मंडन है, बंदीजन खगवृंद शेषफण सिंहासन है, करते अभिषेक पयोध है, बलिहारी इस वेश की, हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की, जिसके रज में लौट लौट कर बड़े हुए हैं, घुटनों के बल सरक सरक कर खड़े हुए हैं, परमहंस सम बाल्यकाल में सब सुख पाए हैं, जिसके कारण फूल भरे हीरे कहलाए, हम खेले कूदे हर्षयुद्ध जिसकी प्यारी गोद में, हे मातृभूमि तुझको निरख मग्न क्यों न हो मोद में, पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देह तुझी से बनी हुई है, बस तेरे ही सूरस सार से सनी हुई है, फिर अंत समय तू ही इसे अचल देख अपनाएगी, हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. കൂട്ടുകാരെ, നമുക്ക് ഇനി ഈ കവിതയുടെ മലയാളം അർത്ഥം നോക്കിയാലോ? നീലാംബർ പരിധാന ഹരിത തടുപ്പർ സുന്ദർ ഹേ, सूर्य चंद्र युग मुकुट മേഖല രത്നാകർ. അപ്പൊ ഇവിടെ എന്താണ് കവി മൈഥിലീശ്വരൻ ഗുപ്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ കവി പറയുന്ന എന്തിനെ പറ്റിയിട്ടാ? മാതൃരാജ്യത്തെ കുറിച്ചാണ്, നമ്മുടെ മാതൃരാജ്യത്തെ കുറിച്ച്. അപ്പൊ നീലാംബർ പരിധാന ഹരിത് തടുപ്പർ സുന്ദർ ഹേ, സൂര്യ ചന്ദ്ര യുഗ് മുകുട് മേഖല രത്നാകർ ഹേ. അപ്പം മനോഹരമായ ഹരിത പ്രദേശമാകുന്ന ശരീരത്തിൽ നീലാകാശമാകുന്ന വസ്ത്രം ശോഭിക്കുന്നു. നീലാംബർ ആകാശം, പരിധാന ഹരിത് തടുപ്പർ സുന്ദർ ഹേ, സൂര്യചന്ദ്ര യുഗ് മുകുട് മേഖല രത്നാകർ. ഹരിത പ്രദേശമാകുന്ന അല്ലെങ്കിൽ മനോഹരമായ ഹരിത പ്രദേശമാകുന്ന ശരീരത്തിൽ നീലാകാശമാകുന്ന വസ്ത്രം ശോഭിക്കുന്നു. സൂര്യചന്ദ്ര യുഗ് മുകുട് മേഖല രത്നാകർ ഹേ, അതായത് സൂര്യചന്ദ്രന്മാർ കിരീടവും സമുദ്രം അരഞ്ഞാണവുമാണ്. സൂര്യചന്ദ്രന്മാർ കിരീടവും സമുദ്ര അരഞ്ഞാണവുമാണ്. നദിയാം പ്രേമ പ്രവാഹ ഫൂൽ താരെ മണ്ഡൻ ഹേ, നദിയാം പ്രേമ പ്രവാഹ ഫൂൽ താരെ മണ്ഡൻ ഹേ. സ്നേഹത്തോടെ ഒഴുകുന്ന നദികളും പൂക്കളും നക്ഷത്രങ്ങളും എല്ലാം ആഭരണങ്ങളാണ്. നദിയാ പ്രേമ പ്രവാഹ ഫൂൽ താരെ മണ്ഡൻ ഹേ, ബന്ധീജൻ ഖഗവൃന്ദ ശേഷഫണ സിംഹാസൻ ഹേ. ബന്ധീജൻ ഖഗവൃന്ദ്, ഖഗം പക്ഷി, വൃന്ദ് കൂട്ടം. ബന്ധീജന് ഖഗവൃന്ദ് സ്തുതി പാടുന്ന പക്ഷിക്കൂട്ടങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മീനിങ്. അപ്പൊ ബന്ധീജന് ഖഗവൃന്ദ് ശേഷഫണ് സിംഹാസൻ ഹേ. അപ്പൊ ഇവിടെ സ്തുതി പാടുന്ന പക്ഷികൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ശേഷഫൺ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ശേഷഫൺ ഹിന്ദു മിഥക് കെ അനുസാർ ശേഷനാഗ് കെ ഫൺ പർ ഭൂമി സ്ഥിതി ഹേ. ഹിന്ദു മിഥക്കിനനുസരിച്ച് ശേഷനാഗത്തിന്റെ ഫണത്തിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. അനന്ത് പ്രകൃതി ക പ്രതീക് ഹേ, പ്രകൃതി ക പ്രതീക് ഹേ അനന്ത്. അപ്പോൾ ഇവിടെ ശേഷഫണമാണ് സിംഹാസനം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തോടെ ഒഴുകുന്ന നദികളും പൂക്കളും നക്ഷത്രങ്ങളും എല്ലാം ആഭരണങ്ങളാണ്. പക്ഷികൾ സ്തുതിപാഠകരാണ്. ബന്ദീജൻ ഖഗവൃന്ദ്
ഖഗവൃന്ദ്. ശേഷഫണ സിംഹാസൻ ഹേ, ശേഷഫണമാണ് സിംഹാസനം. നെക്സ്റ്റ് ലൈൻ, ഹേ കർത്തെ അഭിഷേക് പയോദ് ഹേ ബലിഹാരി ഇസ് വേഷക്കി. കർത്തെ അഭിഷേക് പയോദ് ഹേ ബലിഹാരി ഇസ് വേഷക്കി. മേഘങ്ങൾ മഴയിൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. കർത്തെ അഭിഷേക് പയോദ് ഹേ ബലിഹാരി ഇസ് വേഷക്കി. മേഘങ്ങൾ മഴയിൽ അഭിഷേകം ചെയ്യുന്നു. അതുപോലെ ഈ രൂപവേഷങ്ങളോടുകൂടിയ മാതൃഭൂമിക്കായി കവി ആത്മസമർപ്പണം നടത്തുന്നു എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. കർത്തെ അഭിഷേക് പയോദ് ഹേ ബലിഹാരി ആത്മസമർപ്പണം ചെയ്യുന്നു. ഇസ് വേഷിക്കി. ഹേ മാതൃഭൂമി തു സത്യഹി സഗുണമൂർത്തി സർവേഷിക്കി. ഇപ്പൊ ഈ രൂപവേഷങ്ങളോടുകൂടിയ മാതൃഭൂമിക്കായി കവി സ്വയം സമർപ്പണം ചെയ്യുകയാണ്. ഹേ മാതൃഭൂമിയെ, അല്ലയോ മാതൃഭൂമിയെ, നീ സത്യമായും ഈശ്വരന്റെ പ്രത്യക്ഷമായ രൂപം തന്നെയാണെന്നാണ് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ഇവിടെ പറയുന്നത്. ഹേ മാതൃഭൂമി തു സത്യഹി സഗുണമൂർത്തി സർവേഷിക്കി. ഹേ മാതൃഭൂമി, നീ സത്യമായും ഈശ്വരന്റെ പ്രത്യക്ഷമായ രൂപം തന്നെയാണ്. ഈ സ്റ്റാൻസ ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോയാലോ. जिसके रज में लोट लोट कर बड़े हुए हैं. जिसके रण रज, रज मीन्स धूली പൊടി. जिसके रज में लोट लोट कर बड़े हुए हैं. ഞങ്ങൾ നിന്റെ പൊടിയിൽ കിടന്ന് ഉരുണ്ടാണ് വലുതായത്. എന്താ? ജിസ്കെ രജ്മേം ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേം घुटनों के बल सरक सरक कर खड़े हुए हैं. घुटनों के बल पर, घुटन मीन्स കാൽമുട്ട്, घुटनों के बल पर सरक सरक कर, सरकന ഇഴയുക, सरक सरक कर खड़े हुए हैं എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ ഞങ്ങൾ നിന്റെ പൊടിയിൽ കിടന്നുരുണ്ടാണ് വളർന്നതും കാൽമുട്ടിൽ നിരങ്ങിയാണ് എഴുന്നേറ്റ് നിന്നതും. രാജ്യത്തോട് പറയുകയാണ്. घुटनों के बल सरक सरक कर खड़े हुए हैं. नेक्स्ट लाइन, परमहंस सम बाल्यकाल में सब सुख पाए. परमहंस सम बाल्यकाल में सब सुख पाए. परमहंस कौन है? परमहंस आरा? छठे साल की आयु में एक दिन रामकृष्ण परमहंस खेतों में घूम रहे थे. अचानक उनकी दृष्टि बगलों की एक पंक्ति पर पड़ी जो काले खटावों की ओर उड़ रहे थे. यह दृश्य देखकर वे बेहोश हो गए और उस बेहोशी में उन्हें अपरिमित खुशी और शांति का अनुभव हुआ. इस आध्यात्मिक अनुभूति ने उनके जीवन को नई दिशा दी. ഇപ്പൊ കൂട്ടുകാരെ നോക്കിയേ, ആരാണ് ഈ പരമഹംസ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്കെല്ലാം പരിചിതമാണ്, ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് ഇവിടെ പരമഹംസ എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു? ആധ്യാത്മിക ഗുരു ആയിരുന്നു, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മള് സ്വാമി വിവേകാനന്ദ് കേട്ടിട്ടില്ലേ? സ്വാമി വിവേകാനന്ദ് അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പൊ അദ്ദേഹമാണ്, ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് സ്വാമി വിവേകാനന്ദന് ആ പേര് നൽകിയത്. കൂട്ടുകാർക്ക് അറിയാമല്ലോ, സ്വാമി വിവേകാനന്ദന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? നരേന്ദ്രൻ എന്നല്ലായിരുന്നു. അപ്പോ ഇവിടെ ഈ കവിതയില് നമ്മുടെ മൈഥിലി ശരൺ ഗുപ്ത കവി പറയുന്നത് എന്താ? പരമഹംസ സമ ബാല്യകാലമേം സബ് സുഖ പായേ. ആ വരിയിൽ എന്താ കവി ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒന്നുകൂടി നോക്കാമല്ലോ. അപ്പൊ എന്താ? ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ ബാല്യകാലത്തിലെ എല്ലാ സുഖങ്ങളും നമ്മൾ നേടി, അല്ലെ? അപ്പൊ ഞങ്ങൾ നിന്നിൽ നിന്നാണ് പരമഹംസനെ പോലെ ബാല്യകാലത്തിലെ എല്ലാ സുഖങ്ങളും നേടിയത് എന്ന് പറയുന്നു. നെക്സ്റ്റ് ലൈൻ, ജിസ്കെ കാരൺ
ധൂൽ ഭരെ ഹീരേ കഹലായേ. അപ്പൊ എന്താ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പൊടി നിറഞ്ഞ രത്നമെന്ന് വിളിക്കുന്നത്. ജിസ്കേ കാരൻ ധൂൽ ഭരെ ഹീരേ കഹലായേ. ഹം ഖേലെ കൂദേ ഹർഷയുത് ജിസ്കി പ്യാരി ഗോതുമേം. ഹം ഖേലെ കൂദേ ഹർഷയുത് ജിസ്കി പ്യാരി ഗോതുമേം. അങ്ങനെ ആ സ്നേഹമുള്ള മടിത്തട്ടിൽ, ഗോതെന്താ മടിത്തട്ട്, ലാപ്പ്, ഞങ്ങൾ ആ സ്നേഹമുള്ള മടിത്തട്ടിൽ സന്തോഷത്തോടെ തുള്ളിക്കളിച്ചു വന്നു. ഹം ഖേലെ ഹർഷയുത് ജിസ്കി പ്യാരി ഗോതുമേം. നമ്മൾ ആ മടിത്തട്ടിൽ തുള്ളിക്കളിച്ച് വളർന്നു വന്നു. ഹേ മാതൃഭൂമി തുച്ഛ്കോ നിരഖ് മഗ്ന ക്യോ ന ഹോ മോതുമേം. അല്ലയോ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമിയെ, നിന്നെ കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തിൽ മുഴുകാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഹേ മാതൃഭൂമി തുച്ഛ്കോ നിരഖ് തുച്ഛ്കോ ദേഖ് കർ മഗ്ന ക്യോ ന ഹോ മോതുമേം. എന്തുകൊണ്ട് നമ്മൾക്ക് സന്തോഷമായി കൂടാ? നിന്നെ കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തിൽ എന്താ മുഴുകാത്തത്? പാക്കർ തുച്ഛ്സേ സഭി സുഖോं को हमने भोगा. भोगना अनुभव करना. പാക്കർ തുച്ഛ്സേ സഭി സുഖോं को हमने भोगा. അപ്പൊ നിന്നിൽ നിന്ന് ആണ് നമ്മൾ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത്. നിന്നിൽ നിന്നാണ്, അല്ലയോ മാതൃഭൂമി, നിന്നിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ സുഖവും അനുഭവിക്കുന്നത്. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ. തേരാ പ്രത്യുപകാർ, പ്രത്യുപകാരം അറിയാലോ, പ്രത്യുപകാരം, ഉപകാരം, പകരം ഉപകാരം ചെയ്യുക. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ. ഞങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും പ്രത്യുപകാരം ഉണ്ടാകുമോ? തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ. तेरी ही यह देह तुझी से बनी हुई है. നിന്നിൽ നിന്നുണ്ടായതാണ്, അതുപോലെ നിന്റെ നീർ കൊണ്ട് നനഞ്ഞതുമാണ് ഞങ്ങളുടെ ശരീരം. നിന്നിൽ നിന്നുണ്ടായതാണ്, അതുപോലെ നിന്റെ നീര് കൊണ്ട് നനഞ്ഞതുമാണ് ഞങ്ങളുടെ ശരീരം. तेरी ही यह देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है. ബസ് തേരേ ഹി സുരസ് സാർ സേ സനി ഹുയി ഹേ. നിന്നിൽ നിന്നുണ്ടായതുപോലെ തന്നെ നിന്റെ നീർ കൊണ്ട് നനഞ്ഞതുമാണ് ഞങ്ങളുടെ ശരീരം. और फिर अंत समय तू ही इसे अचल देख अपनाएगी. फिर अंत समय तू ही इसे अचल देख अपनाएगी. तो हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. हे मातृभूमि यह अंत में, हमारा शरीर अंत में तुझ में ही मिल जाएगी. അപ്പൊ അവസാനം ഞങ്ങളുടെ ഈ ചലനമറ്റ ശരീരം നീ സ്വന്തമാക്കും. ഞങ്ങൾ നിന്നോട് തന്നെ വന്നു ചേരും. തുച്ഛമേ ഹി മിൽ ജായകി. അപ്പൊ അവസാനം ഞങ്ങളുടെ ശരീരം നിന്നിലേക്ക് തന്നെ, അല്ലയോ മാതൃഭൂമിയെ, വന്നു ചേരും എന്നാണ് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പാഠ്യപുസ്തക के प्रश्न और उत्तर അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.